ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് പാരൻസിൻ്റെ അടുത്തിട്ട് വഴക്ക് കൂടിയിട്ട് മലേൻ്റെ മുകളിൽ പോയിട്ട് ഞാൻ താഴത്തേക്ക് ചാടും എന്ന് പറഞ്ഞിട്ടൊരു മകൻ്റെ ഭീഷണിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്നത്. അവസാനം പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ചെന്ന അപ്പനെയും കൈ പിടിച്ചിട്ട് രണ്ടാളും കൂടെ താഴേക്ക് പോകുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇത് കണ്ട് സഹിക്ക വയ്യാതെ അമ്മയും താഴേക്ക് വീണ് മരണപ്പെടുകയുണ്ടത്. ആ ഒരു ഫാമിലിയുടെ 3 പേരും ഒരേ സമയം മരണപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ നാട്ടിൽ കൂലിപ്പണി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അസുഖങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ മോശം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സത്യത്തിൽ ഫോണിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. അന്ന് കസിൻസിൻ്റെ വീട്ടിൽ പോയിട്ട് ലാൻഡ് ഫോണിൽ, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ലാൻഡ് ഫോണിൽ വിളിക്കും. പിന്നെ അന്ന് അവിടെ മാത്രമേ ഉള്ളൂ ഫോണ് കാര്യങ്ങളൊക്കെ. 90s കിഡുകൾക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണ്ടാവും, പല സാഹചര്യങ്ങളിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് C1 എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഫോണ്, നിങ്ങൾക്ക് അറിയണ്ടാവും അത്. പിന്നെ അതിങ്ങനെ ഒരു പാമ്പിനെയൊക്കെ തിന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു ഫോണായിരുന്നു. ഒക്കെയുള്ളൂ. അതും ഞാൻ വാശി പിടിച്ചിട്ട് വാങ്ങി തന്നതല്ല, ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ അച്ഛൻ വാങ്ങി തന്നതാണ്. ആ ഫോണായിരുന്നു ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഒന്നിനും ഞാൻ ഒരു സാധനത്തിനും ഞാൻ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ചെറുപ്പത്തിൽ. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കേട്ടോ. അമ്മേനോട് ഞാൻ പിന്നെ ചോദിച്ചു, ഞാൻ ചെറുപ്പത്തിൽ കുറുമ്പ് പിടിച്ചിരുന്നു, വാശി പിടിച്ചിരുന്നു എന്തെങ്കിലും ആവശ്യം വേണ്ടിയിരുന്നു. അപ്പോൾ ഒരു കാര്യത്തിന് ഞാൻ വാശി പിടിച്ചിട്ടില്ല എന്ന് അമ്മ പറയുണ്ടായി. ഇപ്പോഴത്തെ പിള്ളേടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, നന്നായി പഠിക്കുക, അല്ലെങ്കിൽ എന്ത് പണിയെടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ കഷ്ടപ്പെടുക. അല്ലാതെ നമ്മളെ ഇത്രയും കാലം വളർത്തി ഇത്രയും കാലത്ത് നമ്മളെ ഈ രൂപത്തിലാക്കാൻ തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും രൂപത്തിൽ നമ്മളാക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കഷ്ടപ്പെടുത്തിയിട്ടോ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു വേളയിൽ എനിക്കതേ പറയാനുള്ളൂ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.